ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബൈജു സേതുമാധവൻ. BSM ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം, ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മൾ എല്ലാ പ്രാവശ്യവും ബ്രാൻഡിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയുള്ള വീഡിയോസാണ്, സ്പെഷ്യലി ഫോർ ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ. നമ്മൾ ഈ ഒരു കണ്ടൻറ്റാണ് നമ്മൾ ഡെലിവറി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലും നമ്മൾ പ്രധാനമായിട്ടൊരു കറക്റ്റ് ഒരു മാർക്കറ്റിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാം. കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ, അതായത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഹാബിറ്റ്, അവരുടെ ടൈപ്പ് ഓഫ് പ്രാക്ടീസസ്, ഇതെല്ലാം ഇതിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം. ട്രഡീഷണലി ഫാർമ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കെമിസ്റ്റാണ്. നമ്മൾ RCPA ചെയ്യും, അതായത് പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നമ്മൾ കെമിസ്റ്റിൽ നമ്മൾ ചെയ്യും. ആ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അധികം നമ്മളെ സ്ട്രാറ്റജീസ്, നമ്മളെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഹാബിറ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ RCPA പറ്റിയിട്ട് നമ്മൾ വേറൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 360 ഡിഗ്രി പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഡിജിറ്റലി നമുക്ക് എങ്ങനെ ഒരു പ്രോസ്പെക്റ്റിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഗൂഗിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസിനെ നമുക്ക് നല്ലൊരു ടൂൾ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ നോക്കി നോക്കുക, ഏതൊരു മാർക്കറ്റിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാർമ കമ്പനി ആണെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിലെ ഡോക്ടേഴ്സിൽ മോർ ദാൻ 50% ഡിജിറ്റലി ദേ ആർ വെരി മച്ച് എന്താ പറയുക, ലൈക്ക് അവർ എക്സ്പോസ്ഡ് ആണ്. കാരണം അവരവരുടെ ഡിജിറ്റൽ ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഉണ്ട്, അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്കൊരു ഗൂഗിൾ മൈ ബിസിനസ് പേജിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിന് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ ഡോക്ടേഴ്സിന് ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ റിവ്യൂസ് ഉണ്ടായിരിക്കും. ആ റിവ്യൂസ് പറയുന്നത് ആ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട് പേഷ്യൻസ് കൊടുത്ത റിവ്യൂസ് ആയിരിക്കും. ആ റിവ്യൂസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഡോക്ടറുടെ ടൈപ്പ് ഓഫ് പ്രാക്ടീസസ്, ആ ഡോക്ടേഴ്സ് എന്തൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യാലിറ്റിയാണ് കൂടുതൽ മാനേജ് ചെയ്യുന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് കൂടുതൽ മാനേജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ വി മേ ബി ടാർഗറ്റിംഗ് ദ ഡോക്ടർ ഫോർ അയൺ ആൻഡ് കാൽസ്യം സപ്ലിമെന്റ്സ്. പക്ഷേ ആ ഡോക്ടർ ചിലപ്പോൾ പ്രിഡോമിനൻ്റ്ലി ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് HRT, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അല്ലെങ്കിൽ പോസ്റ്റ് മെനോപാസൽ സിംറ്റം, ഇതിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ പ്രാക്ടീസിൽ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു GP ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊരു GP നോക്കുന്ന സമയത്ത് ആ GPയുടെ മോസ്റ്റ് ഓഫ് ദ റിവ്യൂസ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ആ GP അഡിനോഡൈറ്റിസ് ആണ് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു അഡിനോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസിന് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്, പ്രൈമറി ടാർഗറ്റ് ചിലപ്പോൾ നമ്മൾ ENTസിനെ ആയിട്ടായിരിക്കും ചെയ്യുക. ENTസിനെ ടാർഗറ്റ് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, ബട്ട് ദിസ് ഗൂഗിൾ റിവ്യൂ വിൽ ഹെൽപ്പ് us ടു റീച്ച് ദാറ്റ് പർട്ടിക്കുലർ GP. കാരണം അവർക്കും അഡിനോയിഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അതേപോലെ ചില ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറയും ദേ ആർ യൂസിങ് ഗുഡ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ D3. അവർ റിവ്യൂസിൽ തന്നെ കാണാം, പേഷ്യൻസിന് വൈറ്റമിൻ D3 കൊടുത്തു, സാറ്റിസ്ഫാക്ടറി റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം നമുക്ക് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇറസ്പെക്റ്റീവ് ഓഫ് സ്പെഷ്യാലിറ്റി, നമ്മൾ സ്പെഷ്യാലിറ്റിയുടെ പിന്നാലെ പോയിട്ട് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടാതെ ഗൂഗിൾ റിവ്യൂസ് നമുക്ക് എന്തൊക്കെ ചെയ്യും, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഹാബിറ്റ്, ടൈപ്പ് ഓഫ് പ്രാക്ടീസസ്, ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാൻ നമുക്ക് സഹായകരമായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗൂഗിൾ റിവ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോക്ടർ എത്രമാത്രം പേഷ്യൻസിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. വെദർ ഹീസ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി. അപ്പം നമുക്ക് ആ ഡോക്ടേഴ്സിനോട് ചേർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുക, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പോസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യമില്ല. അതേപോലെ ചില സമയത്ത് ഡോക്ടേഴ്സിനെ പറ്റിയുള്ള നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരിക്കും പേഷ്യൻസിൻ്റെ. ആ നെഗറ്റീവ് റിവ്യൂസ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും? നെഗറ്റീവ് റിവ്യൂസ് സംടൈംസ് മേ ബി അബൌട്ട് ഗെറ്റിംഗ് ആൻ അപ്പോയിൻമെന്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അവിടെ വിളിച്ച ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള പെയിൻ പോയിന്റ്സ് ചിലപ്പോൾ ഡോക്ടേഴ്സ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ആ പെയിൻ പോയിന്റ്സിന് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഐഡിയ ഉണ്ടാവും. അതേപോലെ ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് അവേഴ്സിനെ പറ്റിയിട്ട് ദെൻ മേ ബി അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ലിങ്ക് കൂടി ഉണ്ടായിരിക്കും ഡോക്ടർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അധിക വെബ്സൈറ്റിലും ഡോക്ടേഴ്സ് അവരുടെ ക്രെഡൻഷ്യൽസ്, അവരുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ യുണീക്ക്, അവരുടെ ടേസ്റ്റ്, ഇതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ യുണീക്ക്, അവരുടെ അച്ചീവ്മെന്റ് എന്ന് തോന്നുന്ന കാര്യമായിരിക്കും അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ അച്ചീവ്മെന്റ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുക, നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ അതിനെ പറ്റിയിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഡോക്ടേഴ്സും തമ്മിൽ എൻഗേജ്മെന്റ് കൂട്ടാൻ സാധിക്കും. ഡോക്ടേഴ്സിനും നമ്മളെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ചാൽ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ നോസ് മൈ ഇൻട്രസ്റ്റ് ആൻഡ് മൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലിനിക്കലി കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്തു നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് ലിസ്റ്റിലൊരു 100 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മേ ബി ഒരു 30-40% ആൾക്കാർക്ക് ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഉണ്ടായിരിക്കും. ദെൻ ഗോ ടു ദ റിവ്യൂ, ഐഡന്റിഫൈ ദ റിവ്യൂ, ദെൻ ഐഡന്റിഫൈ ദ ഹിഡൻ പൊട്ടൻഷ്യൽ. ആ ഡോക്ടർക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹിഡൻ പൊട്ടൻഷ്യൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും.
നിങ്ങളത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. എഗെയിൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ഫാർമയിൽ ആപ്ത ബിസിനസ് കൺസൾട്ടൻസി നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നോട്ട് ഓൺലി ഫോർ ഫാർമ കമ്പനീസ് ബട്ട് ഫോർ ഹെൽത്ത് കെയർ കമ്പനീസ് ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വൺസ് അഗൈൻ.